പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചാണ്. ബുദ്ധ, ജിനേന്ദ്ര, ഗോരക്ഷ, പാണി, നിശ്ച, പതഞ്ജലി, ശങ്കരോ. കേരളത്തിലെ കാലടിയിൽ ജനിച്ച് ഭാരതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൈവരിച്ച മഹാമനീഷിയാണ് ശങ്കര ഭഗവത് പാദർ എന്ന ശ്രീ ശങ്കരാചാര്യർ. ആയിരക്കണക്കിന് വരുന്ന മതഗ്രന്ഥങ്ങളിലും പതിനായിരക്കണക്കിനായുള്ള നാട്ടാചാരങ്ങളിലും പരതി എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്ന സാരതത്വത്തെ കണ്ടെത്തിയത് ശങ്കരാചാര്യർ എന്ന മഹാമനീഷിയാണ്. കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതു പകുതി ശ്ലോകത്തിൽ പറയാം. ബ്രഹ്മം സത്യവും ലോകം തോന്നലുമാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്കാണത്, മഹത് വാക്യം. ബദരീനാഥ്, കാഞ്ചി, ശൃംഗേരി എന്നീ മഠങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളനുസരിച്ച് ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതകാലം 2500 വർഷം മുമ്പാണ്. പല ചരിത്രകാരന്മാരും ഒരു കഥയുടെ ബലത്തിൽ 7-ാം നൂറ്റാണ്ടിലാണ് ജനനം എന്നും സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കഥ ഇതാണ്. കുലശേഖര രാജാവ് ബാലനായ ശങ്കരന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് കേട്ട് കാലടിയിലെത്തി. ശങ്കരന് താൻ എഴുതിയ നാടകം കേൾപ്പിച്ചു. നാടകം കേട്ട് ശങ്കരൻ അഭിപ്രായം പറയാതിരുന്നത് ഇഷ്ടപ്പെടാത്തതിനാൽ തന്നെ വേദനിപ്പിക്കാതിരിക്കാനാണെന്ന് കരുതി കുലശേഖര പെരുമാൾ ആ നാടകം നശിപ്പിച്ചു. ശ്രുതിസ്മരൻ കേട്ടത് അപ്പടി ഓർത്തുവെക്കുന്നയാൾ ആയിരുന്നു ശങ്കരൻ. പിന്നീട് നാടകം നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ താനത് നശിപ്പിച്ചു പോയല്ലോ എന്ന് പെരുമാൾ സങ്കടപ്പെട്ടു. ഉടനെ ശങ്കരൻ എഴുതാൻ ആളെ ഏർപ്പാടാക്കി. നാടകം മുഴുവൻ വീണ്ടും പറഞ്ഞുകൊടുത്തെഴുതിച്ചു. സാഹിത്യകാരനായിരുന്ന കുലശേഖര പെരുമാളിന്റെ കാലഘട്ടം 7-ാം നൂറ്റാണ്ടായതിനാൽ ശങ്കരൻ ജീവിച്ചത് ആ കാലഘട്ടത്തിലാണെന്ന് ഈ ചരിത്രത്തിലെ കഥയിലൂടെ കണക്കാക്കപ്പെടുന്നു. എന്തായാലും കേരളത്തിലെ പെരിയാറിന്റെ തീരത്തെ കാലടി ഗ്രാമത്തിൽ വൈശാഖ ശുക്ല പഞ്ചമി ദിനത്തിൽ ശിവഗുരു ആര്യാമ്പ ദമ്പതികളുടെ മകനായിട്ടാണ് ശങ്കരൻ പിറന്നത്. വളരെ കാലം സന്താനമില്ലാതിരുന്ന ദമ്പതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂജയും വ്രതവുമായി പുത്രനെ വേണമെന്നിച്ഛിച്ചുകൊണ്ട് കഴിയവേ സാക്ഷാൽ പരമശിവൻ തന്നെ ദർശനം നൽകി ഞാൻ നിങ്ങളുടെ പുത്രനായി പിറക്കുമെന്ന് അരുളിയതായിട്ട് ഐതിഹ്യം. ചെറുപ്പം മുതലേ ശങ്കരൻ തൻ്റെ അത്ഭുത പ്രതിഭ പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. ഗ്രന്ഥങ്ങളും അക്ഷരങ്ങളുമായിരുന്നു ആ ബാലന്റെ കളിപ്പാട്ടങ്ങളും കൂട്ടുകാരും. ഉപനയനത്തിന് മുമ്പ് തന്നെ അച്ഛൻ മരിച്ചതിനാൽ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഉപനയനത്തിനു ശേഷം ഗുരുകുലത്തിൽ ചേർന്ന ശങ്കരൻ ഏതാനും വർഷം കൊണ്ടു തന്നെ വേദങ്ങൾ, വേദാംഗങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയിൽ പാരംഗതനായി തീർന്നു. ഒരിക്കൽ അമ്മ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ വഴിയിൽ ബോധം കെട്ട് വീണതറിഞ്ഞ ശങ്കരൻ നദിയെ ആവാഹിച്ച് തൻ്റെ വീട്ടിനരികിലൂടെ ഒഴുക്കി. മറ്റൊരിക്കൽ ഭിക്ഷക്കെത്തിയ ശങ്കരന് കൊടുക്കുവാൻ ഒരു ഉണക്ക നെല്ലിക്ക മാത്രമേ വൃദ്ധയായ ആ ദരിദ്ര മാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട ശങ്കരൻ കനകധാര സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്കയുടെ മഴ ആ വീട്ടുമുറ്റത്ത് പെയ്യിച്ചു. ഒരു ദിവസം പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ശങ്കരനെ ഒരു മുതല പിടിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ച് സഹായത്തിനാളെ വിളിച്ചുകൂട്ടുവാൻ ശ്രമിച്ചിരുന്ന ആര്യാമ്പയോട് ഇത് സാധാരണ മുതലയല്ലെന്നും തന്നെ സന്യസിക്കാൻ അനുവദിച്ചാൽ ഇത് വിട്ടുപോകുമെന്നും ശങ്കരൻ വിളിച്ചു പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ആര്യാമ്പ അനുവാദം നൽകി മുതല വിട്ടുപോവുകയും ചെയ്തു. വിടാനൊരുങ്ങിയ ശങ്കരനോട് തൻ്റെ ചിതയ്ക്കാര് തീക്കൊളുത്തുമെന്ന് ചോദിച്ച ആര്യാമ്പയോട് അമ്മ വിളിക്കുമ്പോൾ താൻ അരികിലെത്തിക്കൊള്ളാമെന്ന് ശങ്കരൻ ഏറ്റു. 8-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ആ ബാലബ്രഹ്മചാരി നർമ്മദാതീരം ലക്ഷ്യമാക്കി നടന്നു. ആലസ്യം കൊണ്ടും അകർമ്മണ്യം കൊണ്ടും നാസ്തിക വിചാരങ്ങളുടെ പ്രചാരം മൂലവും പൂർണ്ണമായും മലിനമായ സാംസ്കാരിക അന്തരീക്ഷമാണ് യാത്രയിലെങ്ങും അദ്ദേഹം കണ്ടത്. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു.
വൈദിക പാരമ്പര്യത്തിൻ്റെ ജ്ഞാനാസക്തിയും ലാളിത്യവും പവിത്രതയും വെടിഞ്ഞ് ചെറുവിഭാഗങ്ങളായി കലഹിച്ചും അനാചാരങ്ങളുടെ അന്ധകാരത്തിൽ ജ്ഞാനദൃഷ്ടി നഷ്ടമായും ഇരിക്കുന്ന ജനജീവിതം അദ്ദേഹത്തിന് മടുപ്പല്ല ഉളവാക്കിയത്, മറിച്ച് കർത്തവ്യബോധത്തെ വളർത്തി. ശങ്കരന്റെ നർമ്മരസപൂർണമായ സംഭാഷണവും ജീവിതശുദ്ധിയും അഗാധമായ പാണ്ഡിത്യവും തേജസ്സുറ്റ വ്യക്തിത്വവും മൂലം ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും അദ്ദേഹം ഗ്രാമത്തിലുടനീളം മറ്റെല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അബദ്ധജടിലമായ ധാരണകളെല്ലാം സൂര്യന് മുന്നിൽ ഇരുട്ടെന്ന പോലെ അദ്ദേഹം ആ ഗ്രാമങ്ങളിൽ നിന്ന് ഓടിമറയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കീർത്തി അദ്ദേഹത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്നതിനാൽ ചെല്ലുന്നിടത്തെല്ലാം സ്വാഗതം ചെയ്യുവാനും എതിർക്കാനുമുള്ളവർ തയ്യാറായി നിന്നു. എതിർക്കാൻ വന്നവർ അദ്ദേഹത്തിൻ്റെ തേജസ്സിനും മാസ്മരിക വ്യക്തിത്വത്തിനും മുന്നിൽ തൊഴുകൈയോടെ നിന്നു. ദിഗ്വിജയത്തിൻ്റെ ചെറിയൊരു അനുഭൂതിയുമായി ശങ്കരൻ 3 മാസം കൊണ്ട് നർമ്മദാ തീരത്തെത്തി. ഗോവിന്ദ ഗൗഡപാദനെന്ന പരമതപസ്വിയെ തേടിയായിരുന്നു ആ യാത്ര. ഗോവിന്ദ ഗൗഡപാദൻ ശിഷ്യരുമൊത്ത് ഒരു ഗുഹയിലാണ് താമസിച്ചിരുന്നത്. തേടിയലഞ്ഞൊടുവിൽ ഗുഹാമുഖത്തെത്തിയ ശങ്കരൻ കണ്ടത് ഗുഹയിലേക്ക് നർമ്മദാ നദി കരകവിഞ്ഞൊഴുകുന്നതാണ്. ശങ്കരൻ തൻ്റെ കമണ്ഡലു ഗുഹാമുഖത്ത് വെച്ചു. പ്രളയജലം മുഴുവൻ അതിൽ പ്രവേശിച്ചിട്ടും കമണ്ഡലുവിൽ ഒരു തുള്ളി വെള്ളം മാത്രമേ കാണപ്പെട്ടുള്ളൂ. ഗോവിന്ദ ഗൗഡപാദർ പുറത്തു വന്നു ശിഷ്യനെ കെട്ടിപ്പുണർന്നു. ഗുരുവിൻ്റെ പരമവിരക്തഭാവം മാത്രം കണ്ടിരുന്ന മറ്റു ശിഷ്യർ ഈ ഭാവാവേശം കണ്ട് അത്ഭുത പരതന്ത്രരായി തീർന്നു. തന്നിൽ നിന്ന് നേടേണ്ടതെല്ലാം നിന്റെ അടുക്കൽ നേരത്തെ ഉണ്ടെന്നും എന്നാൽ ഗുരുമുഖത്തുനിന്നും ഉപദേശം സ്വീകരിക്കുന്ന ഔപചാരികത പാലിക്കാൻ മാത്രമാണ് നീ വന്നിരിക്കുന്നതുമുള്ള ആമുഖത്തോടെ ഗോവിന്ദ ഗൗഡപാദർ തൻ്റെ അരുമശിഷ്യന് ജ്ഞാനം നൽകുവാൻ ആരംഭിച്ചു. അല്പകാലത്തിനുള്ളിൽ തന്നെ അദ്വൈത അനുഭൂതി നേടിയ ശിഷ്യനോട് ഗൗഡപാദർ മറ്റു ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ശങ്കരാചാര്യൻ എന്ന തൻ്റെ 13 വയസ്സ് മാത്രമുള്ള ശിഷ്യനെ ആചാര്യൻ അടുത്ത നിയോഗത്തിലേക്ക് നയിച്ചു. ശങ്കരാചാര്യരോട് കാശിയിൽ ചെല്ലാനും പ്രസ്ഥാനത്രയി, ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം ഇവയ്ക്ക് ഭാഷ്യം രചിക്കുവാനും ആചാര്യൻ നിർദ്ദേശിച്ചു. ഗുരുവിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യൻ കാശിയിലേക്ക് യാത്രയായി. കാശിയിൽ വെച്ച് അദ്ദേഹം വിഷ്ണു ശർമ്മൻ എന്ന വൈദികാനുഭൂതികൾ കൊണ്ട് വിളങ്ങി നിൽക്കുന്ന യുവാവിനെ ആദ്യ ശിഷ്യനായി സ്വീകരിച്ച് സനന്ദനൻ എന്ന പേരു നൽകി. തൻ്റെ അദ്വൈത സിദ്ധാന്തത്തെ ഖണ്ഡിക്കുവാൻ ആചാര്യൻ കാശിയിലെ വിദ്വാൻമാരെ വെല്ലുവിളിച്ചു. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പരാജിതരായി ശിഷ്യത്വം സ്വീകരിച്ചു. ഒരു ദിവസം ആചാര്യൻ ഗംഗയിൽ കുളി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു ചണ്ടാളൻ 4 നായ്ക്കളുമായി മുന്നിൽ വന്നുപെട്ടു. മാറടോ എന്ന് ശിഷ്യന്മാർ ഒച്ചവെച്ചിട്ടും ചണ്ടാളൻ ഇളകാതെ നിന്നു. കൗതുകത്തോടെ ആചാര്യനെ നോക്കി സഭ്യമായ രീതിയിൽ അദ്ദേഹം ചോദിച്ചു, ആരാണ് മാറേണ്ടത്? ആത്മാവെന്നാണെങ്കിൽ എല്ലാവരിലും ഒരേ ഈശ്വര ചൈതന്യമാണല്ലോ അങ്ങയുടെ സിദ്ധാന്തം. ശരീരമെന്നാണെങ്കിൽ എൻ്റെയും അങ്ങയുടെയും ശരീരം ഒരേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ. തന്നെ ചോദ്യം ചെയ്യുന്ന ചണ്ടാളിനെ കണ്ട് ആചാര്യൻ അത്ഭുതം കൂറി സൂക്ഷിച്ചു നോക്കി. അത് സാക്ഷാൽ കാശി വിശ്വനാഥൻ തന്നെയാണെന്ന് ദർശിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു. അന്ന് ആചാര്യൻ ചൊല്ലിയതാണ് മനീഷാ പഞ്ചകം, സൈദ്ധാന്തിക പാഠങ്ങൾക്കു ശേഷമുള്ള പ്രായോഗിക പാഠമായിരുന്നു അത്. ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതം നമ്മുടെ ഏകാത്മതാ സ്തോത്രപഠനത്തിൽ നമുക്ക് 2 ദിവസം ചിന്തിക്കുവാനുള്ളതാണ്. 4-ാമത്തെ വയസ്സിൽ സന്യാസം ആവശ്യപ്പെടുന്ന ആ മഹാത്മാവ് സമാധിയാകുന്നതിനു മുമ്പ് തന്നെ അദ്വൈത വേദാന്തത്തെ ഈ ഭാരതത്തിൽ പുനഃസ്ഥാപിച്ചു. ജാതീയ ഉച്ചനീചത്വങ്ങളിൽ ജീവിച്ച ദ്വൈതവാദത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അതിപ്രസരത്തിൽ അഹിംസാവാദികളായിട്ട് തീരെ നിഷ്ക്രിയമായി ജീവിച്ചു പോയ ഹൈന്ദവ സമൂഹത്തിനിടയിലേക്ക് അദ്ദേഹം ചെന്നു. ദർശനത്തിൻ്റെ കരുത്തുകൊണ്ട് ദ്വൈതവാദികളെ മുഴുവൻ കീഴ്പ്പെടുത്തി അദ്വൈതവാദത്തെ അദ്ദേഹം പുനഃസ്ഥാപിച്ച അതിമനോഹരമായ കഥകളെക്കുറിച്ച് നമുക്ക് നാളെ വിസ്തരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.